ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ കഴിഞ്ഞ ദിനങ്ങളായി നമ്മൾ സിസ്റ്റമാറ്റിക്കായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയമാണ്. അത് നമ്മൾ തുടങ്ങിയത് കർത്താവായ യേശു ക്രിസ്തു ആര് എന്ന ചോദ്യം മുൻപിൽ നിർത്തിക്കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ യേശുക്രിസ്തു ആരെന്ന് വ്യക്തമാക്കുന്ന ധാരാളം വചനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ 12 പാർട്ടായിട്ട് അത് ചിന്തിപ്പാനിടയായി. അതിനുശേഷം യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെയോ എന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുവാനിടയായി. അതിനുശേഷം യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെ അല്ല എന്ന് നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് ആധാരമാക്കി പഠിക്കുവാനിടയായി. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ചയിൽ സ്വർഗത്തിൽ ദൈവം യേശുക്രിസ്തു തന്നെയോ എന്ന ചോദ്യവുമായി നമ്മൾ ആ വിഷയം പഠനവിധേയമാക്കി. സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തു അല്ല എന്ന വസ്തുത സ്വർഗവാസികൾ യേശുക്രിസ്തുവിനോട് അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവാണെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടില്ല എന്ന ഒരാള് മുടന്തൻ വാദം നടത്തുവാനിടയായി. അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് അദ്ദേഹം കാരണമാക്കിയത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യഭാഗങ്ങളിൽ കാണുന്ന മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് താൻ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല എന്ന ഒരു പോയിന്റ് നമ്മൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് അതിന് എതിരെ അദ്ദേഹം ഒരു മുടന്തൻ ന്യായം നടത്തുവാനിടയായി. എന്നാൽ അക്കാര്യത്തിന് നമ്മൾ അവിടെ മറുപടി കൊടുത്തു എന്നിരിക്കെ ഇവിടെ അതൊന്ന് സൂചിപ്പിച്ച ശേഷം മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അഥവാ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങുവാൻ വന്ന അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നവനായ കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ യോഹന്നാൻ പറഞ്ഞത് നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഈ കുഞ്ഞാട് യേശുക്രിസ്തു തന്നെയാണ് എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ അദ്ദേഹം വാദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളാണ്. നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ച ശേഷം ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കും. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ ആരിൽ നിന്നും യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അടുത്ത വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇവിടെ യേശുക്രിസ്തു എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? തന്റെ രക്തം കൊണ്ട് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. ആര്? യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനോട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഇവര് പറയുന്നുണ്ട്. അതിന്റെ 8-ാം വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ
അവിടെ വായിക്കുന്നത് അതിന്റെ 9-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ആരാ ആക്കി വെച്ചത്? ഈ സ്വർഗവാസികളുടെ ദൈവത്തിന്. ആരാണ് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത്? യേശുക്രിസ്തുവാണ്. വെളിപ്പാട് 1:6 അക്കാര്യം വ്യക്തമാക്കുന്നു. വെളിപ്പാട് 5:9 അക്കാര്യം വ്യക്തമാക്കുന്നു. രണ്ടും ചേർത്ത് പഠിക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് അഥവാ തന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി തന്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നിരിക്കെ ഇത്തരത്തിലുള്ളതായ മുടന്തൻ വാദങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമുണ്ടോ? വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവം യേശുക്രിസ്തു അല്ല എങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. എന്തായാലും സ്വർഗത്തിലും ദൈവം യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവിന്റെ പിതാവാണ് സ്വർഗത്തിലും ദൈവമെന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്ന് വായിച്ചതായ ഈ 2 വാക്യങ്ങളും വെളിപ്പാട് 5:9, വെളിപ്പാട് 1:6, ഈ വാക്യങ്ങൾ 5-6, വെളിപ്പാട് 1:5-6 ചേർത്ത് വായിക്കണം. ഈ വാക്യങ്ങൾ അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവാണ് സ്വർഗത്തിലെ ദൈവം, സ്വർഗവാസികളുടെ ദൈവം എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ദൈവം എന്നുള്ളത് വ്യക്തമായി. ഇനി നമ്മൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു വചനഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ. മതി. ഇവിടെ യേശു പിതാവിനോട് പറയുന്നത് എന്താണ്? സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവനെ എന്ന് പിതാവിനെ വിളിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവൻ യേശുക്രിസ്തുവിന്റെ പിതാവാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യാത്തവനും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവനും അവയെ ഉണ്ടാക്കിയവനുമായ ദൈവത്തെ കുറിച്ചാണ് അപ്പോസ്തലന്മാർ അഥവാ അപ്പോസ്തലനായ പൗലോസാണ് ഇത് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 24-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഈ സ്വർഗത്തിലും ഭൂമിയിലും
ഉള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം ആരാണ്? ആ ദൈവം യേശുക്രിസ്തുവാണെന്നാണ് പലരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു സാധ്യതയുമില്ലാത്ത, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കാത്ത ഒരു വിപരീത ഉപദേശമാണ് യേശുക്രിസ്തു സൃഷ്ടാവാണെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യഭാഗങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരികയാണ് ചെയ്യുന്നത്. അവിടെ യേശുക്രിസ്തുവുണ്ട്, അവിടെ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവവുമുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവരും യേശുക്രിസ്തുവിന്റെ ശിഷ്യരുമായ അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഒരേ സ്വരത്തിൽ പറയുന്ന ആ വചനഭാഗം ഒന്ന് പരിശോധിക്കാം. അത് കേട്ടിട്ട് അവർ ഒരു മനപ്പെട്ടു. ഇൻ വൺ അക്കോർഡ്, ഒരു മനപ്പെട്ടു. ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. വായിച്ചോ. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ. ഞാൻ ആദ്യം പറഞ്ഞത് POC-യിലാണ് സൃഷ്ടാവേ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ സത്യവേദ പുസ്തകത്തിൽ ഉണ്ടാക്കിയ നാഥനെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചോ, തുടർന്ന് വായിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ഇവിടെ അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഒരു മനപ്പെട്ട് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തോട് പറയുന്നത് ഇവിടെ ഉദ്ധരണി എടുത്തുകൊണ്ടാണ്. എവിടുന്നാണ്? സങ്കീർത്തനങ്ങൾ 2-ന്റെ പ്രാരംഭ വാക്യങ്ങളാണ് അവിടെ ഉദ്ധരണിയായി എടുത്തിരിക്കുന്നത്. അവിടെ ആ 2 കൂടെ വായിച്ച ശേഷം വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി പോകാം. സങ്കീർത്തനങ്ങൾ 2-ന്റെ പ്രാരംഭ വാക്യങ്ങൾ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. മതി. അപ്പോൾ ഈ പറഞ്ഞ 2 വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തത് ആരാണെന്ന് അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ഇങ്ങനെ സങ്കീർത്തനം 2-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ദാവീദ് മുഖാന്തരം അരുളി ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തത്? ആരാണ് അരുളി ചെയ്തത്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവമാണ് ഇത് അരുളി ചെയ്തത് എന്ന് ഇവിടെ 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം അരുളി ചെയ്തത് പരിശുദ്ധാത്മാവ് മുഖാന്തിരം ദാവീദിലൂടെ അരുളി ചെയ്തത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 26-ാം വാക്യം. നീ ആര്? ഈ സകലത്തിന്റെ സൃഷ്ടാവായവനും ദാവീദ് മുഖാന്തരം അരുളി ചെയ്തവനുമായ ദൈവം അഭിഷേകം ചെയ്ത നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി. ഇവിടെ യേശു ആരാണ്?
ഇവിടെ യേശു ആരാണ്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനാണ് എന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവാണ് യേശുക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിന് ബൈബിളിൽ ഒരു വാക്യവും അടിസ്ഥാനമില്ലാതിരിക്കെ വ്യാജം പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് അവരെ നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്നും അകറ്റിക്കളയുന്ന ഉപദേശക്കാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ് സകലത്തിന്റെയും സൃഷ്ടാവ് എന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആലേഖനം ചെയ്ത് ലഭിച്ചിരിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെയും അപ്പോസ്തലന്മാരുടെയും വിശ്വാസവും അവർ പറഞ്ഞതും എന്ന് പറയുന്നത് യേശുക്രിസ്തു സൃഷ്ടാവാണെന്നല്ല, മറിച്ച് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അഭിഷേകം ചെയ്തതാണ് യേശുവിനെ. ആ സകലത്തിനെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനാണ് യേശു എന്ന് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിരിക്കെ അതിന് വിപരീതമായി തങ്ങൾക്ക് തോന്നിയതുപോലെ യേശുക്രിസ്തുവിനെ പിടിച്ച് സകലത്തിനെയും സൃഷ്ടാവാക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കണം. അവർ നിങ്ങളുടെ നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചു കളയുവാനും നിങ്ങൾക്കർഹമായ നിങ്ങൾക്ക് അവകാശപ്പെട്ട നിത്യജീവനെ നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കളയുകയും ചെയ്യുവാനായി വരുന്ന വിപരീത ഉപദേശക്കാരാണ്. തുടർന്ന് വായിക്കാം. താഴോട്ട് വായിച്ചോ. യേശു തന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. അടുത്ത വാക്യം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ 30-ാം വാക്യം വരെ വായിക്കാം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇവിടെ വീണ്ടും എടുത്തു പറയുകയാണ് 30-ാം വാക്യത്തിൽ നിന്റെ പരിശുദ്ധ ദാസനായ യേശു എന്ന് അവർ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം യേശുക്രിസ്തു അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധനായ ദാസനാണ് യേശു. ആ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശു. അപ്പോൾ ആ ദൈവം ആരാണ്? അത് പിതാവാണെന്ന് യേശുക്രിസ്തു പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ അല്പസമയം മുമ്പേ നമ്മൾ വായിച്ചതാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായവനും ആരാണ്? യേശുക്രിസ്തു പറഞ്ഞ പിതാവാണ്. ഈ പിതാവിനാൽ വിശുദ്ധീകരിച്ചയക്കപ്പെട്ടവനായ പുത്രനാണ് താനെന്ന് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം. ഞാൻ ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? അപ്പൊ ആരാണ് യേശു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ള
സ്വർഗത്തിനും ഭൂമിക്കും സമുദ്രത്തിനും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന പിതാവായ ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നാം വിശ്വസിക്കുന്ന നമ്മുടെ യേശുക്രിസ്തു വളരെ സുവ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുകയാണ്, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധദാസനാണ് യേശുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 37-38 വാക്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് പഠിക്കുന്നത് ഉപകാരപ്പെടും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 37-38 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. എന്താണ് ആ വർത്തമാനം? എന്താണ് ആ സംഭവം? വായിക്കേ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കണേ, യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ സ്ഫുടമായി തന്നെ ഈ കാര്യം പറഞ്ഞു വച്ചിരിക്കുകയാണ്. നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവമാണ്. അപ്പോൾ യേശു ആരാണ്? ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ്. രക്ഷയ്ക്കായി ദൈവത്താൽ നിയോഗിതനായവനാണ്. ദൈവിക പദ്ധതിക്കായി ദൈവത്താൽ നിയോഗിതനായവനാണ്. അപ്പോൾ യേശുക്രിസ്തു അല്ല ദൈവമെന്നും യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമെന്നും വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സുവ്യക്തമായ തെളിവോടുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം, തർക്കത്തിനിടമില്ലാതെ വണ്ണം, വളരെ കൃത്യതയോടുകൂടി ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ ആണ് പലരും യേശുക്രിസ്തുവിനെ പിടിച്ച് സൃഷ്ടാവാക്കുവാനും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി ഈ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം ഒരാൾ തന്നെയാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. നമുക്ക് വായിക്കാം. ഈ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകും. എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതാരാണെന്ന് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 4-ാം വാക്യം. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ആരാണ് സകലത്തെയും ഉണ്ടാക്കിയത്? ചിലർക്കൊക്കെ ഈ യഹോവ എന്ന് പറയുന്നതിനോട് ഭയങ്കര കലിപ്പാണ്. സകലത്തെയും ഉണ്ടാക്കിയവൻ. സങ്കീർത്തനങ്ങൾ 2 ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 26 മുതൽ നമ്മൾ വായിച്ചതാണ് അല്പം മുമ്പ്. ഈ സങ്കീർത്തനം 2-ൽ യഹോവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ യഹോവയാണ് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പോസ്തലന്മാർ. അങ്ങനെ ഇരിക്കെ ഈ യഹോവയെ നിഷേധിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്. ഒരു പ്രയോജനവുമില്ല നിഷേധിച്ചിട്ട്. അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയ ഈ യഹോവ, യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ ഈ യഹോവ നിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ.
അപ്പൊ നമ്മൾ വായിച്ചത് സദൃശ്യവാക്യങ്ങൾ 16:4. യഹോവ സകലത്തെയും എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഈ സകലത്തെയും എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടോ? ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അപ്പൊ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടി. മനസ്സിലായോ? അപ്പോൾ യഹോവയാണ് സകലത്തെയും സൃഷ്ടിച്ചത്. ഈ യഹോവയുടെ അഭിഷിക്തനാണ് യേശുക്രിസ്തു, ഈ യഹോവയുടെ ദാസനാണ് യേശുക്രിസ്തു എന്ന് വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ് പിതാവെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ മത്തായി 11:25 വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് ഈ കാര്യത്തിൽ അങ്ങ് ഉറപ്പുവരുത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5 മുതൽ വായിക്കാം. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഇനി വേറെ യഹോവയെ കൊണ്ട് വരല്ലേ. ഞാൻ യഹോവയാകുന്നു, ഞങ്ങൾ യഹോവയാകുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ സിംഗിൾ പേഴ്സൺ, ഞാൻ യഹോവയാകുന്നു. ചിലർക്കൊക്കെ 3 യഹോവമാരുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. 3 യഹോവയൊന്നുമില്ല, ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തനുമില്ല എന്ന് അവിടെ എടുത്തു പറയുകയാണ്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. വായിക്കുക. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇവിടെ പിന്നെ കോരശിനോട് പറയുന്നതാണ്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ. അപ്പൊ സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ അറിയണം, ഈ യഹോവയല്ലാതെ മറ്റൊരുത്തനുമില്ല, വേറൊരുത്തനുമില്ല യഹോവ. മനസ്സിലായോ? ഒരുത്തൻ മാത്രം, ഒരുത്തൻ മാത്രം, ഒരുത്തൻ മാത്രം. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ 45:12. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, ഞങ്ങൾ ഭൂമിയെ ഉണ്ടാക്കി എന്നല്ല, ഞാൻ സിംഗിൾ പേഴ്സൺ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചിരിക്കുന്നു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. വേറെ ആരുമില്ല കേട്ടോ. ഒരേ ഒരുവൻ മാത്രമായ യാഹുവ എന്ന് എന്നേക്കും നാമമുള്ള ആ ദൈവം തന്നെയാണ് സകലത്തെയും സൃഷ്ടിച്ചത്. വേറൊരുത്തനുമില്ല. 2 യഹോവയുമില്ല, 3 യഹോവയുമില്ല, ഒരുത്തൻ മാത്രം. യെശയ്യാ 37-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. 16ഉം 20ഉം വായിക്കാം. യെശയ്യാ 37:16-20 എന്നീ വാക്യങ്ങൾ വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നതിനായുള്ളവേ, സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ആരുണ്ടാക്കി? എത്ര പേരുണ്ടാക്കി? ഒരേ ഒരാൾ മാത്രം. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. മതി. ഇനി 20-ാം വാക്യം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയെന്ന്. എത്ര പേരുണ്ടെന്ന ഇനി 2ഉം 3ഉം കൊണ്ട് വരുന്നവരുടെ ഈ വാക്യം മുന്നോട്ട് വെക്കണം. നീ ഒരുത്തൻ മാത്രം യഹോവയെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന്. മതി. അപ്പൊ ഇവിടെ ഒരുത്തൻ മാത്രമേ ഉള്ളൂ യഹോവ. ആ ഒരേ ഒരുവൻ മാത്രമായ യഹോവയാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. ആ സകലത്തിന്റെ സൃഷ്ടാവായ യഹോവ എന്ന ഒരേ ഒരുവൻ മാത്രമായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ യഹോവയായ ദൈവത്തെ കുറിച്ച് യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ?
യേശുക്രിസ്തു പേര് പറഞ്ഞിട്ടുണ്ടോ? യഹോവയാണ് എൻ്റെ പിതാവെന്ന്, യഹോവയാണ് ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിലരൊക്കെ ചോദ്യവുമായി വരുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് അങ്ങനെ യഹോവയാണ് ദൈവമെന്നൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേര് ചോദിച്ചുകൊണ്ട് വരണ്ട. ഇവിടെ ഈ യഹോവ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആരെയാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അതിന്റെ ആദ്യം തൊട്ടേ മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയ്ക്ക് യഹോവ പ്രത്യക്ഷനായി യഹോവ മോശയോട് അരുളി ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഈസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായവൻ. അവന്റെ പേരൂടെ അവിടെ പറഞ്ഞിരിക്കുക. എന്താണ്? നാമം പറഞ്ഞിരിക്കുകയാണ്. പേരെന്ന് പറയണ്ട, നാമം. യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ പറയണം. ഈ യഹോവ ആരാണ്? അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവമാണെന്ന് വളരെ സ്ഫുടമായി അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരാം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. മർക്കോസ് 12:26. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത്, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ആരോട്? മോശയോട്. അപ്പൊ മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് അരുളി ചെയ്തത് ദൈവമാണ് എന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു മർക്കോസ് 12:26. ആ മുൾപ്പടർപ്പ് ഭാഗത്തെ കാര്യമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ ഈ 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവിടെ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി വായിക്കാം, 12-ന്റെ ബാക്കി വായിക്കാം. അപ്പൊ ദൈവം മോശയോട് എന്താണ് അരുളി ചെയ്തതെന്നാണ് ഇവിടെ യേശു എടുത്തു പറയുന്നത്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഈസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമെന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അപ്പൊ അവിടെ അരുളി ചെയ്തത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് താണെന്ന് മോശയോട് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ അരുളി ചെയ്തത് ആരാണെന്നാണ് അവിടെ യേശു പറയുന്നത്. ദൈവമാണ് മോശയോട് അരുളി ചെയ്തതെന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആയതിനാൽ പ്രിയരെ, യേശു ക്രിസ്തു പഴയ നിയമത്തിലെ യഹോവയെന്ന് എന്നേക്കും നാമമുള്ളവനും അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവനെന്നും പിതാക്കന്മാരുടെ ദൈവമായവനെന്നും മോശയോട് അരുളി ചെയ്തവനായ ദൈവത്തെ ഇവിടെ യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തി ഉറപ്പിക്കുകയാണ്. അത് ദൈവമാണ്, അതാണ് ദൈവം, സകലത്തിന്റെയും സൃഷ്ടാവായവൻ. ആ ദൈവത്തെയാണ് യേശു ക്രിസ്തു ലോകത്തോട് പ്രഘോഷിച്ചത്. മനസ്സിലായോ? ആകയാൽ പ്രിയരെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവനും സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവനും സകലത്തിന്റെയും സൃഷ്ടാവുമായ ഒരേ ഒരുവൻ മാത്രമായ ദൈവം യേശുക്രിസ്തു അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനും യേശുക്രിസ്തുവിന്റെയും ദൈവമായവനുമായ പിതാവായ ഒരേ ഒരുവൻ മാത്രമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം അക്കമിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വചനം ഇങ്ങനെ വളരെ സ്ഫുടതയോടുകൂടി നമ്മെ ഈ സത്യം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പിതാവിനെ കുറിച്ച് ദൈവത്തിന്റെ പുത്രൻ വന്ന് അരുളി ചെയ്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആ പിതാവാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം. യോഹന്നാൻ 17:3. മറ്റൊരു സത്യദൈവത്തിനും യാതൊരു സാധ്യതയും വിട്ടുകളയാതെ, ഒരു പഴുതും കൊടുക്കാതെ ഇവിടെ കൃത്യമായി യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പുത്രൻ അത് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആകയാൽ പ്രിയരെ, യേശുക്രിസ്തു അല്ല ദൈവമെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇന്നത്തെ ഈ
വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇനിയും കാണാവുന്നതാണ്, ഇനിയും പഠിക്കാവുന്നതാണ്, ഇനിയും അറിയാവുന്നതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി സുവ്യക്തമായ തെളിവോടെയുള്ള സത്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് കെട്ടുകഥകളും കിഴവിക്കഥകളും പറഞ്ഞ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുവാൻ യാതൊരു താല്പര്യവുമില്ല. അതിനുള്ള സമയവും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ വളരെ ഗൗരവമായി നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളുടെ ചുവടുകളെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ സ്ഥിരപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം വിശുദ്ധ തിരുവെഴുത്തുകളിൽ വചനം ഇങ്ങനെ അടുക്കടുക്കായി കിടക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രം പറയാൻ ആണ് ഞങ്ങൾക്ക് അവകാശമുള്ളത്, ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ളത്. അല്ലാതെ ഞങ്ങളുടെ ഭാവനയോ ഞങ്ങൾ ചമയ്ക്കുന്ന കെട്ടുകഥകളോ കിഴവിക്കഥകളോ പറയുവാനുള്ള സമയം ഞങ്ങൾക്കില്ല. അതിനുള്ളതായ സമയമല്ല ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. പ്രിയരെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നയിക്കട്ടെ, ജയകരമായി ജീവിപ്പാൻ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്കും ഒരുങ്ങാം, നമ്മുടെ ചുവടുകളെ ദൃഢമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ തോമസ് ഊട്ടിച്ചായൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.